ഹരേ കൃഷ്ണ, നമസ്തേ. ജ്യോതിഷ കൈരളിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വിഷുഫലത്തിലേക്ക് 2026 വിഷുഫലത്തിലേക്ക് വരികയാണ്. മീനക്കൂറുകാരുടെ വിഷുഫലം എന്ന് പറയുമ്പോൾ മീനക്കൂറ് നമുക്ക് എല്ലാവർക്കും അറിയാം. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെയധികം കഷ്ടതയും ദുഃഖങ്ങളും കടവും വിഷമതകളും അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കൂറുകാരാണ് മീനക്കൂറുകാരെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ചും ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ, ഈ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹങ്ങൾ വരുന്നൊരു വർഷമാണ്. അതായത് ഇത്തവണത്തെ ഈ നമ്മുടെ വിഷുഫലത്തോടെ, വിഷുഫലം എന്ന് പറയുമ്പോൾ ആദിത്യൻ ഉച്ചനായിട്ട് വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ധനപരമായിട്ടും ഐശ്വര്യം കൊണ്ട് അനുഗ്രഹിക്കേണ്ട, നമുക്ക് ഭാഗ്യം തരേണ്ട 2 ഗ്രഹങ്ങളിൽ ഒന്ന് ആദിത്യനാണ്. വ്യാഴവും ആദിത്യനുമാണ് നമ്മൾ അങ്ങനെ സഹായിക്കേണ്ട. ആ ആദിത്യൻ ഉച്ചനായിട്ട് വരികയും ഒപ്പം വ്യാഴം ഈ ജൂണോടുകൂടി ഉച്ചനായിട്ട് നിങ്ങളുടെ മന്ത്രസ്ഥാനത്ത്, പുണ്യസ്ഥാനത്ത്, നിങ്ങളുടെ വ്യാഴൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ 2 സ്ഥാനങ്ങൾ 5, 9 അതിൽ 5ലേക്കാണ് വരുന്നത്. തീർച്ചയായിട്ടും 7 ശനി തീർന്നു വരുന്ന സമയമാണ്. ജന്മശനിയാണെങ്കിൽ പോലും വ്യാഴം ഉച്ചനായിട്ട് വരുന്നുണ്ട്. ഇതൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഇനി ഈ വരുന്ന ഒരു വർഷം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ച എല്ലാ കഷ്ടതകൾക്കും കണക്കും പലിശയും തീർത്ത് അനുഗ്രഹങ്ങൾ, ഈശ്വരാനുഗ്രഹം ചൊരിയുകയും പ്രപഞ്ചശക്തി നിങ്ങളെ ധനപരമായിട്ടും ഉയർച്ചയിലും കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും ബിസിനസ്സിൽ, അതുപോലെ തന്നെ പൊതുപ്രവർത്തനങ്ങളിൽ, രാഷ്ട്രീയത്തിൽ, കലാപ്രവർത്തനങ്ങൾ നിങ്ങൾ വളരെ വിജയിച്ചു വരുന്ന സമയമാണ്. സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കാം. അപ്രതീക്ഷിതമായി ധാരാളം ധനയോഗങ്ങളും അനുഭവങ്ങളും അതിനുള്ള പുതിയ വ്യക്തികളും അനുഗ്രഹങ്ങളും കൊണ്ടുതരുന്ന സമയമാണ്. അത് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ പഴയ കാലത്ത് നിന്നിരുന്ന വിഷമതകൾ, കടബാധ്യതകൾ തീരാനും, കേസ് വഴക്ക് അതുപോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, നിയമപ്രശ്നങ്ങൾ നേരിട്ടിരുന്നെങ്കിൽ അതെല്ലാം വളരെ അമിക്കബിളായിട്ട്, ഒരു നമ്മൾ പറയില്ലേ, നയപരമായിട്ട് അതിന് ഒത്തുതീർപ്പിലേക്ക് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥകൾ വരെയാണ്. അവിടെ നമ്മൾ ഈശ്വരൻ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ പിന്തിരിഞ്ഞു നിന്ന് അഹങ്കരിക്കരുത്. അതെല്ലാം ഒത്തുതീർത്ത് എല്ലാവരോടും രമ്യതയോടെ നമുക്ക് ഈശ്വരൻ അതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ തരുമെന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം. മറ്റൊന്ന്, വിവാഹം, അതുപോലെ തന്നെ ഇഷ്ടങ്ങൾ, ഇതിലൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നവർക്കെല്ലാം അത് മാറുകയാണ്. പ്രണയബന്ധങ്ങൾ പൂണിയും, അതുപോലെ തന്നെ നമ്മളെ തടഞ്ഞു നിന്നിരുന്ന അല്ലെങ്കിൽ വിവാഹ ബന്ധങ്ങളിലേക്ക് നടക്കാതെ പോയ ആൾക്കാർക്കെല്ലാം ഇപ്പോൾ വിവാഹം നടക്കാൻ ഏറ്റവും അനുകൂലമാണ് ഈ വർഷം. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയിപ്പോൾ ഈ ജൂൺ തൊട്ടങ്ങോട്ട് ഭാവിയിലേക്കുള്ള എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയിൽ മാറ്റമോ ജോലിയിൽ ട്രാൻസ്ഫറോ ഒക്കെ ശ്രമിച്ചാൽ നടക്കും. ജീവിതത്തിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ സമ്പത്ത് കാലം വരുന്നു. ഈ സമയത്ത് വരുന്ന കാര്യങ്ങളെല്ലാം ഗുണകരമായിട്ട് ഉപയോഗിച്ച് നിലനിർത്തിയാൽ, പണ്ട് ഉള്ളവർ പറയുന്നൊരു ചൊല്ലുണ്ട്, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തെറുക്കാം. അതുകൊണ്ട് ഫ്യൂച്ചറിൽ പിന്നെയും അനിഷ്ടം വരും, അത് പ്രതീക്ഷിച്ചേ പറ്റൂ. കാരണം ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കമുണ്ട്. അപ്പോൾ നമുക്ക് 2027 ജൂലൈ തൊട്ട് അങ്ങോട്ട് അത്ര നന്നായിരിക്കില്ല. അതിനുള്ള പ്ലാനിങ്ങോടുകൂടി ഇന്ന് വരുന്ന ഗുണങ്ങളെല്ലാം നിലനിർത്തുകയും ധനപരമായിട്ട് ഈശ്വരൻ കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും അഹങ്കാരമില്ലാതെ ദൈവാധീനത്തോടെ ഈ നല്ല കാലത്ത് മുന്നോട്ട് പോവുക. ഈ വിഷുഫലം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഭാഗ്യങ്ങളും തരും. നിങ്ങൾ തീർച്ചയായിട്ടും ഉയർച്ചയിലെത്തും. അത് 100%. നിങ്ങളുടെ കടങ്ങൾ തീരും. ഭാഗ്യങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങൾ എനിക്ക് മെസ്സേജുകൾ ഇട്ടാൽ മതി. തീർച്ചയായിട്ടും എല്ലാ വിധത്തിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ട്. ഹരേ കൃഷ്ണ. നന്നായി വരട്ടെ, നന്നായി വരട്ടെ. ഈ വിഷുഫലം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.